ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നേഹാരം. അപ്പം നമ്മൾ രാവിലെ തന്നെ പോകുന്ന കണ്ണൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ തെയ്യങ്ങളുടെ നാടായ പറശ്ശിനിയിലേക്കാണ് പോകുന്നത്, മുത്തപ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 6 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അധികം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഓരോ കാഴ്ചകളൊക്കെ നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മളിതാ മുത്തപ്പൻ്റെ സന്നിധിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ കുറേ ദിവസമായി ഇങ്ങോട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നത്, പക്ഷെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ അതിന് പറ്റിയത്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രധാന പ്രസാദമായിട്ടുള്ള പയറും തേങ്ങാപ്പൂളും അതുപോലെ തന്നെ ചായ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ അവിടെ തന്നെ ബോട്ട് സർവീസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ബോട്ട് സർവീസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മളവിടെ ഓരോ കാഴ്ചകളും നല്ല ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടറിവിനേക്കാൾ വലുതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ വളപട്ടണം നദിയുടെ കരയിലാണ് മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ബോട്ടിൽ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇന്ത്യൻ കോഫി ഹൗസ് പോയി ഫുഡ് കഴിച്ചു. കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ തിരിച്ച് പോരാം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കണ്ണൂർകാരുടെ സ്പെഷ്യലായ കണ്ണൂർ കോക്ടെയിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.